ഡിയർ ഫ്രണ്ട്സ്, IT ഫ്ലിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളായി നമ്മൾ കമ്പ്യൂട്ടർ ബേസിക്സ്, ടൈപ്പ് റൈറ്ററിൻ്റെ ഹിസ്റ്ററി എന്നിവയൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ 2ാമത്തെ ഭാഗമാണ്. ഈ ഭാഗത്തിൽ പ്രധാനമായും പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ പറ്റിയിട്ടാണ്. കണ്ടൻറ്റിനോടൊപ്പം മുൻകാലങ്ങളിലെ പ്രീവിയസ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചോദ്യങ്ങളും കൃത്യതയോടെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഷെയർ ചെയ്യുക. ആദ്യമായി പോകുന്നു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. The device which allows to input the data into the computer are called input device. കമ്പ്യൂട്ടറിലേക്ക് the device which allows input data into the computer. കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റയെ ഇൻപുട്ട് ചെയ്യുവാൻ പറ്റുന്ന, ഡേറ്റ കൊടുക്കാൻ പറ്റുന്ന ഡിവൈസുകളെ, ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസുകൾ. നമുക്കറിയാം, നമുക്ക് ഡാറ്റ പ്രോസസ്സിങ്ങാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ ആ ഡാറ്റ പ്രോസസ്സിങ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ കൊടുക്കുവാൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചതാണ്, ഡേറ്റ കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസുകൾ. അടുത്ത് പറയുന്നു the devices which gives the processed information to the user are called output devices. പ്രോസസ്സ് ചെയ്തെടുത്ത ഇൻഫർമേഷൻ നമുക്ക് തിരികെ കമ്പ്യൂട്ടറിൽ നിന്നും തിരികെ യൂസറിന് കിട്ടുന്നത് ഔട്ട്പുട്ട് ഡിവൈസുകൾ വഴിയാണ്. ഒരിവിടെ പറയുന്നു ഡിവൈസ് വിച്ച് ഗിവ്സ് പ്രോസസ്ഡ് ഇൻഫർമേഷൻ. പ്രോസസ്സ് ചെയ്ത കമ്പ്യൂട്ടറിൽ കൊടുത്ത ഡാറ്റ പ്രോസസ്സ് ചെയ്തെടുത്ത് ആ ഇൻഫർമേഷൻ നമുക്ക് തിരികെ യൂസറിന് തരുന്നത് ഔട്ട്പുട്ട് ഡിവൈസുകളിലൂടെയാണ്. അടുത്തതായി നമ്മൾ പറയുന്ന ഇൻപുട്ട് ഡിവൈസിൻ്റെ ഉദാഹരണങ്ങളാണ്. ആദ്യം പറയുന്നു കീബോർഡ്. എന്താണ് കീബോർഡ്? പ്രൈമറി ഇൻപുട്ട് ഡിവൈസ്. കീബോർഡ് എന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രൈമറി ഇൻപുട്ട് ഡിവൈസ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ്. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ്. ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ് എന്നും ഇതിനെ അറിയപ്പെടുന്നു. ദ കീസ് ദാറ്റ് ആർ അറേഞ്ച്ഡ് ഇൻ എ സ്പെസിഫിക് ഓർഡർ ഇൻ ദ കീബോർഡ് ഈസ് കാൾഡ് കീബോർഡ് ലേഔട്ട്. അപ്പോൾ നമുക്കറിയാം, കീബോർഡിൽ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളെല്ലാം ഒരു സ്പെസിഫൈഡ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. A to Z ഒറ്റ ഓർഡറിലല്ല, അതിന് പകരമായിട്ട് ഓരോ അക്ഷരങ്ങളും ഓരോ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പെസിഫിക് ഫോർമാറ്റിനെ വിളിക്കുന്ന, സ്പെസിഫിക് ഓർഡറിനെ വിളിക്കുന്ന പേരാണ് കീബോർഡ് ലേഔട്ട്. അടുത്ത പറയുന്നു ദ കീബോർഡ് ലേഔട്ട് വാസ് ഡിസൈൻഡ് ബൈ ക്രിസ്റ്റഫർ എൽ ഷോൾട്സ്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. കീബോർഡിൻ്റെ ലേഔട്ട് ഡിസൈൻ ചെയ്ത ആരാണ്? ക്രിസ്റ്റഫർ എൽ ഷോൾട്സ് ആണ്. ഏത് വർഷത്തിലാണ്? 1872 അദ്ദേഹം ഇത് ഡിസൈൻ ചെയ്യുന്നത്. ദ കീബോർഡ് ലേഔട്ട് ഡിസൈൻഡ് ബൈ ക്രിസ്റ്റഫർ ഷോൾട്സ് ഈസ് ക്വാർട്ടി കീബോർഡ്. ആ കീബോർഡ് ഡിസൈൻഡ്, ഈ നമ്മളീ പറയുന്ന ലേഔട്ടിനെ വിളിക്കുന്ന പേരാണ് ക്വാർട്ടി കീബോർഡ്. നമുക്കറിയാം, ഇത് കീബോർഡിൻ്റെ മുകളിലത്തെ റോയിലായിട്ട് QWERTY തുടങ്ങിയ അക്ഷരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പെസിഫൈഡ് ഫോർമാറ്റിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കീബോർഡ് ലേഔട്ടിനെ വിളിക്കുന്ന പേര് ആണ് ക്വാർട്ടി കീബോർഡ് ലേഔട്ട്. നമ്പർ ഓഫ് കീസ് കണ്ടെയ്ൻ ഇൻ എ സ്റ്റാൻഡേർഡ് കീബോർഡ്. ഒരു സ്റ്റാൻഡേർഡ് കീബോർഡ് എടുത്താൽ അതിൻ്റെ അകത്ത് ആകെയുള്ള കീകളുടെ എണ്ണം 104 മുതൽ 108 വരെയാണ്. ദ ലോങ്ങസ്റ്റ് കീ ഇൻ ദ കീബോർഡ്. കീബോർഡിലെ ഏറ്റവും നീളം കൂടിയ കീയാണ് സ്പേസ് ബാർ. ദ കീ പ്ലേസ്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ലെഫ്റ്റ് കോർണർ ഓഫ് ദ കീബോർഡ്. നമുക്കറിയാം, കീബോർഡിൻ്റെ ഇടത് ഭാഗത്ത് ഏറ്റവും മുകളിലായി കോർണറിലായി കൊടുത്തിരിക്കുന്ന കീയാണ് എസ്കേപ്പ് കീ. അടുത്ത് പറയുന്നു കീബോർഡ് ടൈപ്സ്. 3 തരത്തിലുള്ള കീബോർഡ് ടൈപ്പുകളെ പറ്റി പറയുന്നു. 1 PS2 കീബോർഡ്, 2 USB കീബോർഡ്, 3 വയർലെസ് കീബോർഡ്.
3 തരത്തിലുള്ള കീബോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യുന്ന കീബോർഡുകളുടെ രീതിയെ പറ്റിയാണ് പറയുന്നത്. ആദ്യം കാണിക്കുന്നത് PS2 കീബോർഡ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഏറ്റവും താഴെയായിട്ട് ഒരു PS2 കണക്ടറും അതിൻ്റെ ഒരു പിന്നും കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? മുന്നേ കാലങ്ങളിൽ ഈ PS2 കീബോർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടറിൻ്റെ ലേക്ക് മൗസുകൾ കണക്ട് ചെയ്തിരുന്നത്. അടുത്ത കീബോർഡ് USB കീബോർഡ്. നമുക്കറിയാം USB നമ്മൾ ഉപയോഗിക്കുന്ന ചാർജറിൻ്റെയൊക്കെ USB കണക്കൊക്കെ ഉള്ള സാധനം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. മൂന്നാമത് പറയുന്നത് വയർലെസ് കീബോർഡ്. വയർലെസ് കീബോർഡ് എന്നത് ഒരു USB കണക്ടർ ഉപയോഗിച്ച് വയർലെസ് കണക്ടർ ഉപയോഗിച്ചുകൊണ്ട് വയറില്ലാതെ തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് വയർലെസ് കീബോർഡ്. അപ്പോൾ ഈ 3 തരത്തിലുള്ള കീബോർഡിനെ പറ്റി പറഞ്ഞു: PS2, USB ആൻഡ് വയർലെസ് കീബോർഡ്. അടുത്ത കീബോർഡിനെ പറ്റി കണ്ടിന്യൂ ചെയ്തു പോകുന്നു. സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എ കീ സ്ട്രോക്ക് ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് ബിറ്റ് ഈസ് ASCII. ഇറ്റ് ഹാസ് 256 ക്യാരക്ടേഴ്സ്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഒരു കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ കീയിൽ നിന്നുള്ള സ്ട്രോക്ക് ഒരു സിഗ്നലായിട്ട് എവിടെ എത്തുന്നു? കമ്പ്യൂട്ടറിനുള്ളിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഒരു സിഗ്നൽ കമ്പ്യൂട്ടറിനുള്ളിൽ എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം അത് പ്രൊഡ്യൂസ് ചെയ്യുവാൻ. അപ്പോഴങ്ങനെ നമ്മളൊരു കീ സ്ട്രോക്ക് കൊടുക്കുമ്പോൾ അതിനെ കറസ്പോണ്ടിങ് ബിറ്റിലേക്ക് മാറ്റുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ASCII. ASCII സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് കീകളെ ചേഞ്ച് ചെയ്യുന്നത്. ASCII എന്നാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഇൻ്റർചേഞ്ച്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ASCII എന്നാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഇൻ്റർചേഞ്ച്. അടുത്തത് പറയുന്നു കീബോർഡിലെ സ്പെഷ്യൽ കീസ്. കീബോർഡിനുള്ളിലെ സ്പെഷ്യൽ കീകളെ പറ്റിയിട്ടാണ്. മോഡിഫയർ കീസ്. ഏതൊക്കെയാണ് മോഡിഫയർ കീസ്? കൺട്രോള്, ആൾട്ട്, ഷിഫ്റ്റ്. രണ്ടാമത് പറയുന്നു ടോഗിൾ കീസ്. ഏതൊക്കെയാണ്? ക്യാപ്സ് ലോക്ക് ആൻഡ് നമ്പർ ലോക്ക്. അടുത്തതായി പറയുന്നു ഫങ്ഷണൽ കീസ്. F1 മുതൽ F12 വരെയുള്ള ഏറ്റവും മുകളിലെ കീബോർഡിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നോക്കിയാൽ കാണും, ആ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ കീസ്. അടുത്ത പറയുന്നു നാവിഗേഷൻ കീസ്. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള 4 ആരോ കീകൾ, ഇവയെയും പേജ് അപ്പ്, പേജ് ഡൗൺ, ഹോം, എൻഡ് എന്നീ കീകളെയും വിളിക്കുന്ന പേരാണ് നാവിഗേഷൻ കീകൾ. ഈ കീകൾ ഉപയോഗിച്ച് നമ്മളിപ്പം മൈക്രോസോഫ്റ്റ് വേഡൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പേജ് അപ്പ്, ഒരു പേജിൽ നിന്ന് മുകളിലോട്ട് പോകാൻ കഴിയും. പേജ് ഡൗൺ, ഒരു പേജിൽ നിന്ന് താഴേക്ക് പോകാൻ കഴിയും. ഹോം, ഏറ്റവും ആദ്യത്തെ പേജിൽ പോകാൻ കഴിയും. എൻഡ്, ഏറ്റവും താഴത്തെ പേജിൽ വരാൻ കഴിയും. ഇങ്ങനെ നാവിഗേഷൻ കീകളായിട്ട് ഉപയോഗിക്കുന്നവയാണ് ഈ പറഞ്ഞത്. ഫങ്ഷണൽ കീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോ പ്രത്യേക ഫങ്ഷനുകൾ കീകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഫങ്ഷണൽ കീസ് ഓരോ സ്ഥലത്തും പ്രവർത്തിക്കുന്നത്. ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ക്യാപ്സ് ലോക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരം ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ആക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്പർ ലോക്ക് ഉപയോഗിക്കുന്നത് നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്പർ അവിടെ എനേബിൾ ആവണമോ വേണ്ടയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. മൗസ്. എന്താണ് മൗസ്? ദ പോയിൻറ്റിംഗ് ഡിവൈസ് യൂസ്ഡ് ഇൻ എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പോയിൻറ്റിംഗ് ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് മൗസ്. മൗസ് വാസ് ഇൻവെൻറ്റഡ് ബൈ ഡഗ്ലസ് കേൾ ഏംഗിൾബർട്ട്. മൗസ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്: ഡഗ്ലസ് കോൾ ഏംഗിൾബർട്ടാണ്. ഡഗ്ലസ് കോൾ ഏംഗിൾബർട്ടാണ് മൗസ് കണ്ടെത്തിയത്. മൗസ് ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ ദ പൊസിഷൻ ഓഫ് ദ കഴ്സർ ഓഫ് ദ സ്ക്രീൻ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, എന്താ പറഞ്ഞിരിക്കുന്നത്? മൗസ് ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ ദ പൊസിഷൻ ഓഫ് ദ കഴ്സർ ഓഫ് ദ കീ. ഈ പ്രസൻറ്റേഷൻ്റെ ഏറ്റവും താഴെയായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ലെഫ്റ്റ് സൈഡിന് ഒരു പോയിൻ്റ് ആരോ കാണാം. ആ ആരോയും അതിന് തൊട്ട് സൈഡിനായിട്ട് ടെസ്റ്റ് കഴ്സർ എന്നുള്ളൊരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആരോ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൗസിനെ കമ്പ്യൂട്ടറിനുള്ളിൽ ചലിപ്പിച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, നമുക്കിഷ്ടമുള്ള ഒബ്ജക്റ്റുകൾ, നമുക്കിഷ്ടമുള്ള പിക്ചറുകളും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ടെക്സ്റ്റാണ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പടത്തിൽ കാണുന്ന ടെക്സ്റ്റ് കഴ്സർ അവിടെ വരും. എന്താണ്? ദ ബ്ലിങ്കിങ് സിമ്പിൾ വിച്ച് ഇൻഡിക്കേറ്റ് ദ നെക്സ്റ്റ് പൊസിഷൻ ഓഫ് ദ ക്യാരക്ടർ ഈസ് കാൾഡ് കഴ്സർ. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം എ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ തൊട്ടുപുറത്തായിട്ട് ഒരു സിമ്പിൾ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും.
നമ്മളവിടെ ബി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് ആ ബിയിൽ നിന്ന് മാറി ബിയുടെ റൈറ്റ് സൈഡിലേക്ക് ഈ കഴ്സർ മാറും. അപ്പോൾ ഇതിനെ വിളിക്കുന്ന ബ്ലിങ്കിങ് സിമ്പൽ മാറും. ഇതിനെ വിളിക്കുന്ന പേരാണ് കഴ്സർ. അപ്പോൾ ഈ കഴ്സർ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് പൊസിഷൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൗസ് ഉപയോഗിക്കുന്നത്. കൂടാതെ ദ യൂണിറ്റ് വിച്ച് ഈസ് റെപ്രസെൻറ്റ് ദ സ്പീഡ് ഓഫ് എ മൗസ്, നമ്മൾ മൗസ് അനക്കുമ്പോൾ അതിനനുസരിച്ച് പോയിൻ്റർ പോകുന്ന ആ ഒരു സ്പീഡിനെ വിളിക്കുന്ന യൂണിറ്റാണ് മിക്കി. എന്താണ് മിക്കി? ദ പോയിൻറ്റിംഗ് ഡിവൈസ് ഇൻ ലാപ്ടോപ്പ് ഇസ് ടച്ച് പാഡ്. നമുക്കറിയാം, നമ്മുടെ ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഈ പോയിൻറ്റിംഗ് ഡിവൈസ് ആവശ്യമാണ്. എന്നാൽ നമുക്ക് ഈ ലാപ്ടോപ്പിൽ എന്തില്ല, മൗസ് സാധാരണയായി ഉപയോഗിക്കുന്നില്ല. അതിന് പകരം മൗസിന് പകരം ലാപ്ടോപ്പുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ടച്ച് പാഡ്. ആ ടച്ച് പാഡ് നമുക്ക് നോക്കിയാൽ അറിയാം, മൂന്നാമത്തെ ചിത്രം നോക്കിയാൽ അറിയാം. ആ ടച്ച് പാഡിൽ നമ്മൾ വിരലുകൾ അനക്കുമ്പോൾ, വിരലുകൾ നീക്കുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലെ മൗസ് പോയിൻ്റ് ചലിക്കുകയും ഫസ്റ്റ് ഒരു ബട്ടണുണ്ട്, സെക്കൻഡ് ഒരു ബട്ടണുണ്ട്, ലെഫ്റ്റ് ക്ലിക്കുമുണ്ട്, റൈറ്റ് ക്ലിക്കുമുണ്ട്. ഈ രണ്ട് ബട്ടണുകൾ ഉപയോഗിക്കുന്നത് മൗസിൻ്റെ അതേപോലെയുള്ള ലെഫ്റ്റ് ക്ലിക്കും റൈറ്റ് ക്ലിക്കുമായിട്ടാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ലാപ്ടോപ്പുകളിൽ നമ്മൾ മൗസ് പോയിൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത പറയുന്നു, എ സ്മോൾ ഫിഗർ വിച്ച് ഡെപ്പിക്സ് സം ആപ്ലിക്കേഷൻസ് ഓൺ ദ സ്ക്രീൻ ഈസ് കോൾഡ് ഐക്കൺ. എന്താണ് ഐക്കൺ എന്നത്? നമ്മുടെ PSC പല തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു ഐക്കൺ. എന്താണ് ഐക്കൺ എന്നത്? നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ നമുക്ക് കാണാൻ കഴിയാം മൈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞ് കമ്പ്യൂട്ടറിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സ് ഒരു ഫോൾഡറിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീസൈക്കിൾ ബിൻ എന്ന് കൊടുത്തിട്ട് ഒരു ബാസ്ക്കറ്റിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? എന്താണോ ആ പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ സൂചിപ്പിക്കുന്ന ഒരു ചെറിയൊരു സിമ്പലാണ് ഏതെന്ന്, ഐക്കൺ. ഈ പ്രസൻറ്റേഷനിൽ ഏറ്റവും താഴെ നോക്കിയേ, ബി, അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ പ്ലസിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ വിളിക്കുന്ന പേരാണ് ഐക്കണുകൾ. അടുത്തത് മൗസ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. മൗസിൻ്റെ ഓപ്പറേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. മൗസ് എത്ര തരത്തിലുള്ള ഓപ്പറേഷൻസാണ് ചെയ്യുന്നത്? 5 തരത്തിലുള്ള ഓപ്പറേഷൻസാണ് ചെയ്യുന്നത്. മൗസ് ഓപ്പറേഷൻസ് എന്നത് എത്രയുണ്ട്? 5 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, മൗസ് ഡ്രാഗ്, മൂവ്. ഏതൊക്കെ ഓപ്പറേഷൻസാണ്? ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, മൗസിനെ ഡ്രാഗ് ചെയ്യുന്നു, അതുപോലെ തന്നെ മൗസിനെ മൂവ് ചെയ്യുന്നു. അടുത്ത പറയുന്നു, ദ ഓപ്പറേഷൻ യൂസ്ഡ് ടു സെലക്ട് ഫയൽ ഈസ് കാൾഡ് ക്ലിക്ക്. നമ്മൾ ഒരു ഫയലിനെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് ക്ലിക്ക്. ഒരിക്കൽ പറയുന്നു, ദ ഓപ്പറേഷൻ യൂസ്ഡ് ടു സെലക്ട് ദ ഫയൽ ഈസ് കാൾഡ് ക്ലിക്ക്. ദ ബട്ടൺ യൂസ്ഡ് ടു ക്ലിക്ക് ഓപ്പറേഷൻ ഈസ് ലെഫ്റ്റ് ബട്ടൺ. നമുക്ക് ഒരു ക്ലിക്ക് ഓപ്പറേഷൻ നടത്തണം, അതായത് ഒരു ഫയലിൽ കൊണ്ടുവച്ചെന്ന് നമുക്ക് ഒരു ഫയൽ സെലക്ട് ചെയ്ത് നിർത്തണമെങ്കിൽ അതിനുപയോഗിക്കുന്ന ഏത് ക്ലിക്കാണ്? ലെഫ്റ്റ് സൈഡിനെ ക്ലിക്കാണ് ഉപയോഗിക്കുന്നത്. അടുത്ത പറയുന്നു, ദ ഓപ്പറേഷൻ യൂസ്ഡ് ടു ഓപ്പൺ എ ഫയൽ. നമുക്കൊരു ഫയൽ സെലക്ട് ചെയ്ത് നിർത്തിയെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ആ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അവിടെ കൊടുക്കേണ്ട ഓപ്പറേഷൻ ഡബിൾ ക്ലിക്കാണ്. ഡബിൾ ക്ലിക്ക് ഏതാണ്? ലെഫ്റ്റ് ബട്ടണിൽ 2 തവണ ഞെക്കുമ്പോഴാണ് നമുക്കൊരു ഫയൽ ഓപ്പണായി വരുന്നത്. അടുത്ത പറയുന്നു, ഫോർ ഗെറ്റിംഗ് ഓപ്ഷൻസ് വിത്ത് എ ഫയൽ ഓർ പ്രോഗ്രാം റൈറ്റ് ക്ലിക്ക് ഈസ് യൂസ്ഡ്. നമ്മളൊരു ഫോൾഡറിൽ കൊണ്ടുവച്ചിട്ട് ആ ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫോൾഡറിൻ്റെ ഒരു ചെറിയ ഡ്രോപ്പ് ഡൗൺ മെനു നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെയാണ് പല ഇമേജിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കണോ, അല്ലെങ്കിൽ ഇമേജ് കോപ്പി ചെയ്യണം, ഇമേജ് പേസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? റൈറ്റ് ക്ലിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത പറയുന്നു, ഫിംഗർ പ്രിൻ്റ് റീഡർ. അടുത്ത ഒരു ഇൻപുട്ട് ഡിവൈസാണ് ഫിംഗർ പ്രിൻ്റ് റീഡർ. മോസ്റ്റ് ബയോമെട്രിക് സൊല്യൂഷൻസ് ഫോർ ഓതൻറ്റിക്കേഷൻ ഓൺ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ബയോമെട്രിക് ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഫിംഗർ പ്രിൻ്റ് റീഡർ. നമുക്കറിയാം, ഈ സർക്കാർ ഓഫീസുകളിലായാലും അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലായാലും ഒക്കെ ഫിംഗർ പ്രിൻ്റ് നമ്മുടെ ബയോമെട്രിക് ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈവിരലുകളെല്ലാം പതിക്കുന്നത് തന്നെ ഈ പറയുന്ന ഫിംഗർ പ്രിൻ്റ് റീഡറുകൾ ഉപയോഗിച്ചാണ്. അതുപോലെ ഇതിൽ ദ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ ഫിംഗർ പ്രിൻ്റ് ഫോർ വർക്കിംഗ്. ഇതിലുപയോഗിക്കുന്ന പ്രതിഭാസം ഏതാണെന്ന് വെച്ചാൽ ടോട്ടൽ ഇൻറ്റേർണൽ
റിഫ്ലക്ഷൻ, പൂർണ്ണാന്തിക പ്രതിഭാസമാണ് ഈ ഒരു ഫിംഗർ പ്രിൻ്റ് റീഡറിൽ നടക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഫിംഗർ പ്രിൻ്റ് റീഡേഴ്സ് വർക്ക് ചെയ്യുന്നത്. അടുത്തതിലേക്ക് പോകുന്നു. ഇൻപുട്ട് ഡിവൈസിൽ തന്നെ സ്കാനർ. എന്താണ് സ്കാനർ? ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ ഡേറ്റ ആൻഡ് ഇമേജ് ഓൺ പേപ്പർ ഇൻ ടു ഡിജിറ്റൽ ഫോം. ഡിജിറ്റൽ ഫോമിലേക്ക് നമ്മളൊരു കയ്യിലിരിക്കുന്ന ഒരു പേപ്പറിനെ കമ്പ്യൂട്ടറിലേക്ക് ആക്കുമ്പോഴാണ് അതിന് എന്താണെന്ന് വിളിക്കുന്നത്? ഡിജിറ്റൽ ഫോം എന്ന് വിളിക്കുന്നത്. ആ ഒരു ഡിജിറ്റൽ ഫോമിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്കാനർ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ളൊരു പേപ്പറിനെ ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ ഈ സ്കാനറിനകത്ത് വെച്ച് നമ്മുടെ ഇഷ്ടാനുസരണം സ്കാൻ ചെയ്ത് അതിനെ ഇമേജാക്കി സ്കാൻ ചെയ്യാം, PDF ആക്കി സ്കാൻ ചെയ്യാം, അങ്ങനെ പല രീതിയിലേക്ക് സ്കാൻ ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് കയറ്റുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് സ്കാനിങ്. അപ്പം ഈ സ്കാനർ കണ്ടുപിടിച്ചതാരാണ്? ദ ഫസ്റ്റ് ഡിജിറ്റൽ സ്കാനർ വാസ് ഇൻവെൻറ്റഡ് ബൈ റുഡോൾഫ് ഹെൽ ആണ് ആദ്യത്തെ സ്കാനർ കണ്ടുപിടിക്കുന്നത്. അടുത്ത പറയുന്നു ജോയ്സ്റ്റിക്ക്. ദ ജോയ്സ്റ്റിക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്രാഫിക്കൽ പോയിൻറ്റിംഗ് ഡിവൈസ്. ജോയ്സ്റ്റിക്ക് എന്നുള്ളത് ഒരു ഗ്രാഫിക്കൽ പോയിൻറ്റിംഗ് ഡിവൈസിന് ഉദാഹരണമാണ്. ഡിവൈസ് യൂസ്ഡ് ടു പ്ലേ വീഡിയോ ഗെയിംസ് ആൻഡ് കൺട്രോളിങ് റോബോട്ട്സ്. റോബോട്ടുകളെ കൺട്രോൾ ചെയ്യുക, കൂടാതെ വീഡിയോ ഗെയിമുകൾ കളിക്കുക എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ജോയ്സ്റ്റിക്ക് എന്നത്. അടുത്ത പറയുന്നു ലൈറ്റ് പെൻ. എ പോയിൻറ്റിംഗ് ഡിവൈസ് വിച്ച് ഈസ് സിമിലർ ടു പെൻ. നമുക്കറിയാം, ഒരു പെൻ പോലെ ഇരിക്കുന്ന ഒരു ഡിവൈസാണ് ലൈറ്റ് പെൻ. ഇതിൻ്റെ എഡ്ജിലായിട്ട് ഒരു ലൈറ്റ് റേ എനേബിൾ ചെയ്തിട്ടുണ്ട്. ആ ലൈറ്റ് നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ചാണ് സിസ്റ്റത്തിൽ ഈ പോയിൻറ്റിങ് മൂവ് ചെയ്യുന്നത്. നമ്മൾ മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് മൂവ് ചെയ്യുന്നത്. അപ്പം ഒരു ഇതിൽ കൊണ്ടുപോയി നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് ഓപ്പൺ ആവുകയും എല്ലാം ചെയ്യും. അടുത്ത ഇൻപുട്ട് ഡിവൈസാണ് ട്രാക്ക് ബാൾ. എന്താണ് ട്രാക്ക് ബാൾ? പോപ്പുലർ പോയിൻറ്റിംഗ് ഡിവൈസ് യൂസ്ഡ് ഫോർ പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് മൗസ്. മൗസിന് പകരമായി പോർട്ടബിൾ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രാക്ക് ബോൾ. അടുത്ത് പറയുന്നു വെബ് ക്യാം. എന്താണ്? ദ ക്യാമറ അറ്റാച്ച്ഡ് ടു ദ കമ്പ്യൂട്ടർ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വീഡിയോ കോൺഫറൻസിങ് ഓർ ഓൺലൈൻ ചാറ്റിംഗ്. ഓൺലൈൻ ചാറ്റ് ചെയ്യുവാനോ വീഡിയോ കോൺഫറൻസിങ് നടത്തുവാനോ ഒക്കെ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ഏത്? ദ വെബ് ക്യാമറ. ഈ വെബ് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുമായിട്ട് വീഡിയോ കോൺഫറൻസിങ് നടത്താൻ പറ്റും, അതുപോലെ തന്നെ വീഡിയോ ചാറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് പറയുന്നു ബാർകോഡ് റീഡർ. ഡിവൈസ് യൂസ്ഡ് ഫോർ റീഡിംഗ് പ്രിൻറ്റഡ് ബാർകോഡ്സ്. നമുക്കറിയാം എന്താണ് ബാർകോഡ് എന്നൊക്കെ. ഒരു കറുത്ത ലൈൻ ഉപയോഗിച്ചൊരു 10-15 ലൈനുകൾ ഉപയോഗിച്ച് അതിന് തൊട്ട് താഴെയായിട്ട് കുറച്ച് നമ്പറുകൾ ഉണ്ടാവും. ആ നമ്പറുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? സാധനങ്ങളുടെയൊക്കെ പ്രോഡക്റ്റുകളുടെയൊക്കെ ഒരു കോഡ് ആണിത്. ഇത് സ്കാൻ ചെയ്ത് നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു സാധനം ഉപയോഗിച്ച് റീഡ് ചെയ്ത് അതിലെ ഡേറ്റ അവരുടെ ബില്ലിംഗ് സെക്ഷനിലേക്ക് എത്തുന്നു. അപ്പോൾ ഡിവൈസ് യൂസ്ഡ് ഫോർ റീഡിംഗ് പ്രിൻറ്റഡ് ബാർകോഡ്സ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? പ്രിൻറ്റഡ് ബാർകോഡുകൾ സ്കാൻ ചെയ്യുവാൻ വേണ്ടിയിട്ട്, റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ബാർകോഡ് റീഡർ റിഫ്ലക്സ് എ ബാർകോഡ് ഇമേജ് ബൈ എമിറ്റിംഗ് ബീം ഓഫ് ലൈറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഇത് റീഡ് ചെയ്യുന്നത്? ബാർകോഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റെഡ് കളർ ലൈറ്റ് ബീം ബാർകോഡിൽ എത്തുകയും അതുവഴി സ്കാൻ ചെയ്യുകയും ചെയ്യുന്നു. ദ ബാർകോഡ് റീഡർ ഐഡൻറ്റിഫൈസ് എ ബാർകോഡ് ഇമേജ് ആൻഡ് കൺവേർട്ട് ഇറ്റ്സ് ഇൻറ്റു ആൻ ആൽഫ ന്യൂമറിക് വാല്യൂ. അപ്പോൾ നമ്മൾ ഈ ഇമേജിനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറും? ആൽഫ ന്യൂമറിക് വാല്യൂ ആയിട്ട് മാറി എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിയുന്നു. അടുത്ത് പറയുന്നു മൈക്രോഫോൺ. എന്താണ് മൈക്രോഫോൺ? ദ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ടു ഇൻപുട്ട് സൗണ്ട് ഓഫ് എ കമ്പ്യൂട്ടർ. സൗണ്ട് ടു ദ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു സൗണ്ട് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ, ഒരു വോയിസ് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? മൈക്രോഫോൺ. നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് മൈക്രോഫോൺ ഉപയോഗിക്കുന്നതെന്നല്ല. നമ്മുടെ ഇപ്പോൾ ഫോണിൽ ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റിൽ തന്നെ നമുക്ക് എന്തുണ്ട്? മൈക്രോഫോൺ ഉണ്ട്. അതുപോലെ കമ്പ്യൂട്ടറിലേക്ക് വോയിസ് ഇൻപുട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. അടുത്ത പറയുന്നു MICR.
ഫുൾ ഫോം ഇതാണ്: മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റിക്കഗ്നിഷൻ യൂസ്ഡ് ബൈ ബാങ്കിങ് ഇൻഡസ്ട്രി ടു ഫെസിലിറ്റേറ്റ് ഓഫ് പ്രോസസ്സിങ് ഓഫ് ചെക്ക്. അപ്പോഴേ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ചെക്കുകളൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് MICR. അപ്പോൾ ഈ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് കോഡ് നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ നമ്പരെല്ലാം സ്കാൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയുന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് MICR ഉപയോഗിക്കുന്നത്. അടുത്ത പറയുന്ന OCR. എന്താണ്? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റിക്കഗ്നിഷൻ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. OCR കൺവേർട്ട് സ്കാൻഡ് ഇമേജ് ടു യൂസബിൾ വേർഡ് പ്രോസസ്സിംഗ് ഫോർമാറ്റ്. OCR എന്ത് ചെയ്യുന്നു? കൺവേർട്ട് സ്കാൻഡ് ഇമേജ്, സ്കാൻ ചെയ്ത ഇമേജുകളെ കൺവേർട്ട് ചെയ്ത് ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എഡിറ്റിംഗ്. അപ്പോൾ ഈ നമ്മളൊരു പേപ്പറിൽ നമുക്കൊരു ആർട്ടിക്കിളോ ഒരു നോട്ടോ ഉണ്ട്. അപ്പോഴത് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ഉണ്ടെങ്കിൽ ഈ റീഡർ ഉപയോഗിച്ച് ഈ പേപ്പർ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. അടുത്ത് പറയുന്നു OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഡിവൈസ് ഇൻ്റർപ്രറ്റ്സ് പെൻസിൽ മാർക്ക് ഓൺ പേപ്പർ. നമ്മൾ OMR ഷീറ്റ് ഒരുപാടൊക്കെ കണ്ടതാണ്. PSC നടത്തുന്ന പരീക്ഷകളിലും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന, ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് OMR ഷീറ്റാണ്. അപ്പോൾ ഈ OMR ഷീറ്റിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്? OMR റീഡർ സ്കാൻ ചെയ്യുകയും അതിനനുസരിച്ചാണ് അവിടെ വാല്യുവേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? OMR അഥവാ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ദ ഡിവൈസ് ഇൻ്റർപ്രറ്റ്സ് പെൻസിൽ മാർക്ക് ഓൺ പേപ്പർ. ഒരു പേപ്പറിൽ നമ്മൾ കറുപ്പിച്ചിരിക്കുന്ന ബബിൾ ചെയ്യുന്ന പെൻസിൽ മാർക്കിനെ അപേക്ഷിച്ചാണ് അതിൻ്റെ ഡേറ്റ ഇൻപുട്ട് ആവുന്നത്. അടുത്ത പറയുന്നു QR കോഡ് റീഡർ. QRൻ്റെ ഫുൾ ഫോം ക്വിക്ക് റെസ്പോൺസ് എന്നാണ്. QR can handle all kinds of data including numeric, alphabetic, symbol, binary, control codes and Japanese characters. അപ്പോൾ എന്താണ് QR കോഡ്? നമ്മളെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം എല്ലാവരും ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഗൂഗിൾ പേ എടുക്കുന്ന സമയത്ത് ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ പലർക്കും ക്യാഷ് ട്രാൻസാക്ഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ അത് തന്നെ ഒരു QR കോഡിന് പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. QR കോഡ് സ്കാനിങ്ങിനും ഉദാഹരണമാണ്. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ ചെല്ലുന്നു, ഷോപ്പിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങുന്നു, അവരുടെ ഡീറ്റെയിൽസാണ് ഈ QR കോഡിൽ എൻ്റർ ചെയ്തേക്കുന്നത്. അവർക്ക് എങ്ങനെ ക്യാഷ് അയക്കണം എന്നുള്ള ഡീറ്റെയിൽസാണ് QR കോഡിൽ എൻ്റർ ചെയ്തേക്കുന്നത്. നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമ്മളതിനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ഡീറ്റെയിൽസ്, UPI ID അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ആൾ കൈൻഡ് ഓഫ് ഡാറ്റ ഇൻക്ലൂഡിങ് ന്യൂമറിക്, ആൽഫബറ്റിക്, സിംബൽസ്, ബൈനറി, കൺട്രോൾ കോഡ്സ് ആൻഡ് ജാപ്പനീസ് ക്യാരക്ടേഴ്സ് ഇവയെല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അപ്പോൾ ആവശ്യാനുസരണം ഏതാണോ ആ രീതിക്കനുസരിച്ച് സ്കാനർ പ്രവർത്തിക്കുകയും അത് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അടുത്തതായി പോകുന്നത് ഔട്ട്പുട്ട് ഡിവൈസുകളിലേക്കാണ്. അപ്പം ഈ ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക, മനസ്സിലാക്കുക, മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കാണുക. അടുത്ത് പറയുന്നു മോണിറ്റർ. എന്താണ് മോണിറ്റർ? ദ മോണിറ്റർ ഈസ് ദ പ്രൈമറി ഡിവൈസ് നോൺ ആസ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസുകളിൽ പ്രൈമറി ഡിവൈസാണ് മോണിറ്റർ. നമ്മൾ കുറച്ചു മുന്നേ ഇൻപുട്ട് ഡിവൈസുകളിൽ കീബോർഡ് പ്രൈമറി ഡിവൈസ് ആണെന്ന് പറഞ്ഞതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസുകളിൽ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത് മോണിറ്ററാണ്. ഈ മോണിറ്ററിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആൾസോ നോൺ ആസ് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് സോഫ്റ്റ് കോപ്പി? നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ കാണുന്ന ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ് കോപ്പി. നമ്മളൊരു വേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു PDF ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, കമ്പ്യൂട്ടറിനുള്ളിൽ അത് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ് കോപ്പി. ദ നോൺ പ്രിൻറ്റഡ് കോപ്പി ഓഫ് എ ഡോക്യുമെൻറ്റ് ഈസ് കോൾഡ് സോഫ്റ്റ് കോപ്പി. പ്രിൻ്റ് ചെയ്തെടുക്കാത്ത കോപ്പിയെ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ് കോപ്പി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ ഈസ് ഓൾസോ നോൺ ആസ് മോണോക്രോം മോണിറ്റർ.
അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററുകൾ വിളിക്കുന്ന പേരാണ്, മറ്റൊരു പേരാണ് എന്ത്, മോണോക്രോം മോണിറ്ററുകൾ. CRT, LCD, LED, TFT, 3D, പ്ലാസ്മ ആർ വേരിയസ് ടൈപ്പ് ഓഫ് മോണിറ്റർ. അപ്പം മറ്റ് തരത്തിലുള്ള മോണിറ്ററുകൾ ഏതൊക്കെയാണ്? പലതരത്തിലുള്ള മോണിറ്ററുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് CRT മോണിറ്ററുകൾ, LCD മോണിറ്ററുകൾ, LED മോണിറ്ററുകൾ, TFT മോണിറ്ററുകൾ, 3D മോണിറ്ററുകൾ, അതുപോലെ തന്നെ പ്ലാസ്മ മോണിറ്ററുകൾ. CRT ഫുൾ ഫോം എന്താണ്? കാഥോഡ് റേ ട്യൂബ്. ഇതിന് വിളിക്കുന്ന പേരാണ്, പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന മോണിറ്ററാണ്. ഇപ്പോൾ ഇത് വളരെ വിരളമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ. അപ്പോൾ ഇതിനൊരു പ്രധാന പ്രശ്നം എന്നത് മേക്സ് ബേണിൻ എഫക്റ്റ്. ഇത് എന്തുണ്ടാക്കുന്നു? ബേണിൻ എഫക്റ്റ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ബേണിൻ എഫക്റ്റ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, സ്ക്രീൻ സേവറുകൾ സ്ക്രീനുകളിൽ സെറ്റ് ചെയ്ത് വെച്ച് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഈ CRT മോണിറ്റർ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ ബേണിൻ ഇഫക്റ്റ് ഉണ്ടാകുന്നു. ആ ബേണിൻ ഇഫക്റ്റ് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്, സ്ക്രീൻ സേവറുകൾ അതിനകത്തേക്ക് ഇട്ടുകൊണ്ട് നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അടുത്ത പറയുന്നു LCD. എന്താണ് LCD? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. LCD എന്നുള്ളത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. അടുത്ത LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. മോണിറ്റർ ഫോംസ് ഇമേജസ് ഫ്രം ടൈനി ഡോട്ട്സ് കാൾഡ് പിക്സൽസ്. നമ്മൾ പറയുന്ന ഈ മോണിറ്ററിൽ നമ്മൾ കാണുന്ന ഈ ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താണ്, ചെറിയ ചെറിയ ഡോട്ടുകൾ വെച്ച് നിർമ്മിച്ചതാണ്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഏറ്റവും ചെറിയ ടൈനി, നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് വെച്ചിട്ട് ഒരു പിക്ചറിന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സൂം ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ചെറിയ ബ്ലോക്കുകളായിട്ട്, ചെറിയ ഡോട്ടുകളായിട്ടാണ് ഈ പിക്ചറിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പിക്സൽസ്. റെസല്യൂഷൻ ഓഫ് മോണിറ്റർ ഡിപ്പെൻഡ് അപ്പോൺ നമ്പർ ഓഫ് പിക്സൽസ്. നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഒരു മോണിറ്ററിൻ്റെ റെസല്യൂഷൻ എത്രയാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലെ പിക്സലുകളുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു കമ്പ്യൂട്ടറിൽ എന്താണ് സ്പീക്കർ ഈസ് എ ഔട്ട്പുട്ട് വോയിസ് ഔട്ട്പുട്ട് ഡിവൈസ്. സ്പീക്കർ എന്നത് ഒരു വോയിസ് ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പ്രോസസ്സ് ചെയ്ത വോയിസുകളെയും കമ്പ്യൂട്ടറിനുള്ളിലെ വോയിസുകളെയും നമുക്ക് കേൾപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഈ സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു, പ്രിൻ്റർ. എന്താണ് പ്രിൻ്റർ? ദ ഡിവൈസ് യൂസ്ഡ് ടു പ്രിൻ്റ് ഡോക്യുമെൻ്റ് ഓൺ പേപ്പർ. പേപ്പറിലേക്ക് ഒരു ഡോക്യുമെൻ്റ് പ്രിൻ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് പ്രിൻ്റർ. പ്രിൻറ്റേഴ്സ് ആർ ഔട്ട്പുട്ട് ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസ് എ ഹാർഡ് കോപ്പി ഓഫ് ആൻ ഔട്ട്പുട്ട്. ഒരു കമ്പ്യൂട്ടറിലുള്ള ഒരു ഔട്ട്പുട്ടിനെ ഹാർഡ് കോപ്പിയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഈ പ്രിൻ്റർ ഉപയോഗിക്കുന്നത്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ് സോഫ്റ്റ് കോപ്പി. എന്താണ് സോഫ്റ്റ് കോപ്പി എന്നാൽ? കമ്പ്യൂട്ടറിനുള്ളിൽ ഒരു ഡിജിറ്റൽ ഡോക്യുമെൻറ്റിനെ നമ്മൾ വ്യൂ ചെയ്യുന്ന പ്രക്രിയ, അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റൽ ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ് കോപ്പി. എന്നാൽ അതേ കോപ്പി തന്നെ നമ്മൾ നമ്മുടെ പ്രിൻ്റർ ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്ത് എടുത്താൽ അതിനെ വിളിക്കുന്ന, പേപ്പർ ഫോമിലുള്ള കോപ്പിയെ വിളിക്കുന്ന പേരാണ് ഹാർഡ് കോപ്പി. പ്രീവിയസ് ചോദ്യമാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അടുത്ത പറയുന്നു, നോൺ പ്രിൻറ്റഡ് കോപ്പി ഓഫ് എ ഡോക്യുമെൻ്റ് ഈസ് നോൺ ആസ് സോഫ്റ്റ് കോപ്പി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പ്രിൻ്റർ റെസല്യൂഷൻ ഈസ് സ്പെസിഫൈഡ് ഇൻ ഡോട്ട് പെർ ഇഞ്ച്. എന്ത് വഴിയാണ് പറയുന്നത്? പ്രിൻ്ററിൻ്റെ റെസല്യൂഷൻ നമുക്ക് മനസ്സിലാവുന്ന ഡോട്ട്സ് പെർ ഇഞ്ച് വഴിയാണ്. DPI അഥവാ ഡോട്ട്സ് പെർ ഇഞ്ച് വഴിയാണ് നമ്മുടെ പ്രിൻ്ററിൻ്റെ റെസല്യൂഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കിട്ടുന്നത്. അടുത്ത പറയുന്നു, 2 തരത്തിലുള്ള പ്രിൻ്റർ ഉണ്ടെന്നാണ്, ഇമ്പാക്റ്റ് പ്രിൻ്ററും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററും. അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ കടക്കുന്നില്ല, ചില പ്രീവിയസ് ചോദ്യങ്ങൾ മാത്രമാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിനെയും ഇമ്പാക്റ്റ് പ്രിൻ്ററിനെയും പറ്റിയിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ചോദ്യപേപ്പറിൻ്റെ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത പറയുന്നു, പ്ലോട്ടർ. ടൈപ്പ് ഓഫ് പ്രിൻ്റർ യൂസ്ഡ് ഫോർ പ്രിൻറ്റിംഗ് വെക്റ്റർ ഗ്രാഫിക്സ്. വെക്റ്റർ ഗ്രാഫിക്സുകൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിൻ്ററിനെ വിളിക്കുന്ന പേരാണ് പ്ലോട്ടർ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു പ്രിൻറ്റ് ഡിസൈൻസ് ഓഫ് ഷിപ്സ് ആൻഡ് മെഷീൻസ്. അതിൻ്റെ ഷിപ്പുകളുടെയും മെഷീനുകളുടെയും ഒക്കെ ഡിസൈനുകൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇതിൻ്റെയൊക്കെ ഷിപ്പിൻ്റെയൊക്കെ ഡിസൈൻ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്തുമാത്രം വലുതായിരിക്കണം നമ്മുടെ ഈ പേപ്പർ സൈസ് എന്നുള്ളത്. പ്ലാൻ ഓഫ് ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാന് എന്നിവയൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? നമ്മുടെ പ്ലോട്ടർ ഉപയോഗിക്കുന്നത്. പ്രിൻ്ററിനെക്കാട്ടിയും വലിപ്പം കൂടിയ ഒരു ഡിവൈസാണ് പ്ലോട്ടർ. അടുത്തത് പോകുന്നു, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ? ദ
device used to input and output function in one device is known as input output device. അതാണ്, അതായത് ഒരു കമ്പ്യൂട്ടറിനുള്ളിലേക്ക് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസും തിരികെ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസും എല്ലാം സെയിം ആയിരിക്കുന്ന ആ ഒരു ഡിവൈസിനെ വിളിക്കുന്ന പേരാണ്, ഇൻപുട്ട് ഫംഗ്ഷനും ഔട്ട്പുട്ട് ഫംഗ്ഷനും ഒരേ രീതിയിൽ ചെയ്യുന്ന ഡിവൈസുകൾ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഉദാഹരണം ടച്ച് സ്ക്രീൻ. എന്താണ് ടച്ച് സ്ക്രീൻ? The touch screen enable the user to interact directly with what is displayed rather than using a mouse or touch pad. ഒരു ടച്ച് പാഡ് അല്ലെങ്കിൽ മൗസ് പോയിൻ്റർ ഉപയോഗിക്കാതെ തന്നെ കമ്പ്യൂട്ടറിൽ എന്താണ് എനേബിൾ ചെയ്തിരിക്കുന്നത്, ആ ഒരു ഐക്കണിലോ ആ ഒരു ഫയലിലോ ആ പറഞ്ഞ കാര്യത്തിൽ എന്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വിരൽ ഉപയോഗിച്ച് ടച്ച് ചെയ്തുകൊണ്ട് അതിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ടച്ച് സ്ക്രീൻ. എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ ആലോചിച്ച് നോക്കിയാൽ, സ്മാർട്ട് ഫോണുകൾ എന്താണ്? നമ്മുടെ സ്മാർട്ട് ഫോണുകൾ നമ്മൾ കൈകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിപ്പിക്കുന്നത്, വിരൽ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളതിനെ കാണാനും കഴിയും, നമുക്ക് എന്ത് ചെയ്യാനും കഴിയുന്നു? നമുക്ക് ടച്ച് ചെയ്ത് നമുക്ക് അതിനെ പ്രവർത്തിപ്പിക്കാനും കഴിയുന്നു. അടുത്ത പറയുന്നു നെറ്റ്വർക്ക് കാർഡ്. A network interface card or NIC or network card is an electronic device that connects a computer to a computer network, usually LAN. ഈ പറയുന്നു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അത് ലാൻ എന്ന് വെച്ചാൽ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലാനായിട്ടോ എന്ത് ഒരു നെറ്റ്വർക്കുമായിട്ടോ ഇൻ്റർനെറ്റായിട്ടോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തിന് വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് കാർഡ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ ഈ നെറ്റ്വർക്കിലേക്ക് കമ്പ്യൂട്ടർ കൊടുക്കുകയും ചെയ്യുന്നു. തിരിച്ച് നെറ്റ്വർക്കിലുള്ള ഡേറ്റയെ ഇൻഫർമേഷനെ നെറ്റ്വർക്കിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. തിരിച്ച് നമ്മുടെ നെറ്റ്വർക്കിന് ഉള്ള ഡേറ്റയെ റിട്രൈവ് ചെയ്യുകയും ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ്? ഈ ഒരു നെറ്റ്വർക്ക് കാർഡ് ഉപയോഗിച്ചാണ്. അടുത്ത പറയുന്നു സൗണ്ട് കാർഡ്. എ സൗണ്ട് കാർഡ് ഈസ് ആൻ ഇൻറ്റേർണൽ എക്സ്പാൻഷൻ കാർഡ് ദാറ്റ് പ്രൊവൈഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓഡിയോ സിഗ്നൽസ് ടു ആൻഡ് ഫ്രം ദ കമ്പ്യൂട്ടർ കൺട്രോൾ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. നമുക്കറിയാം എന്താണ് സൗണ്ട് കാർഡ്. നെറ്റ്വർക്ക് കാർഡുകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു വോയിസ് ഇൻപുട്ട് അല്ലെങ്കിൽ ഒരു ശബ്ദശകലങ്ങൾ കമ്പ്യൂട്ടറിന് ഉള്ളിലേക്ക് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് ഇൻപുട്ട് ചെയ്യപ്പെടുകയും തിരിച്ച് ഔട്ട്പുട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഒരേ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനെ വിളിക്കുന്ന പേരാണ് സൗണ്ട് കാർഡ്. അപ്പോൾ ഈ സൗണ്ട് കാർഡ് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഈ ഒരേ രീതിയിൽ നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നൊക്കെ പറയും, ആംപ്ലിഫയറിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു പ്രക്രിയയാണ്. നമ്മൾ പുറത്തുള്ള സൗണ്ടിനെ നമ്മൾ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് കൊടുക്കുന്നു, അതേ ആംപ്ലിഫയർ ഉപയോഗിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സൗണ്ടിനെ പുറത്തേക്ക് ഔട്ട്പുട്ട് ചെയ്തു തരുന്നു. അപ്പോൾ ആ ഒരു പ്രക്രിയ എന്ത് ചെയ്യുന്നു ഇവിടെ? സൗണ്ട് കാർഡ് ചെയ്യുന്നത്. അടുത്ത പറയുന്നു ഹെഡ്സെറ്റ്. എന്താണ് ഹെഡ്സെറ്റ്? ദ ഡിവൈസ് ദാറ്റ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ ദാറ്റ് അലൗസ് ദ യൂസർ ടു ടോക്ക് ആൻഡ് ലിസൺ വൈൽ കീപ്പിംഗ് ദെയർ ഹാൻഡ്സ് ഫ്രീ. ഹാൻഡ്സ് ഉപയോഗിക്കാതെ തന്നെ, ഹാൻഡ്സ് ഫ്രീ ആക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഹെഡ്സെറ്റ് ആയിട്ട് നമുക്ക് കേൾക്കാനും നമുക്ക് സംസാരിക്കാനും കഴിയുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഡിവൈസാണ് എന്തെന്ന്? ഹെഡ്സെറ്റ് എന്നുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹാൻഡ്സ് ഫ്രീ ആയിരിക്കും. നമുക്ക് നമ്മുടെ സ്പെസിഫൈഡ് ആയിട്ട് നമ്മുടെ ഹെഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഇയറിലോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് പറയുന്നു മോഡം. എന്താണ് മോഡം? എ മോഡം ഈസ് എ ഹാർഡ്വെയർ ഡിവൈസ് ദാറ്റ് അലൗസ് എ കമ്പ്യൂട്ടർ ടു സെൻഡ് ആൻഡ് റിസീവ് ഡാറ്റ ഓവർ എ ടെലഫോൺ ലൈൻ ഓർ കേബിൾ ഓർ സാറ്റലൈറ്റ് കണക്ഷൻ. പറയുന്ന കാര്യം ഇതാണ്, എ മോഡം ഈസ് എ ഹാർഡ്വെയർ ഡിവൈസ്. മോഡം എന്നുള്ളത് എന്താണ്? ഒരു ഹാർഡ്വെയർ ഡിവൈസാണ്. ദാറ്റ് അലൗസ് ദ കമ്പ്യൂട്ടർ ടു സെൻഡ് ആൻഡ് റിസീവ് ഡാറ്റ. ഈ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിലെ ഡാറ്റ എന്ത് ചെയ്യുന്നു? അലോ ചെയ്യുന്നു. ഡാറ്റ സെൻഡ് ചെയ്യുവാനും അതുപോലെ തന്നെ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുവാനും അതുപോലെ തന്നെ ഡാറ്റയെ റിട്രൈവ് ചെയ്യാനും സഹായിക്കുന്നു. എന്തുവഴി? ഓവർ എ ടെലഫോൺ ലൈൻ ഓർ എ കേബിൾ ഓർ എ സാറ്റലൈറ്റ് കണക്ഷൻ. ഒരു ടെലഫോൺ ലൈൻ വഴിയോ ഒരു കേബിൾ വഴിയോ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് കണക്ഷൻ വഴിയോ ഒക്കെ ഇത് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോഡം. അപ്പോൾ മോഡത്തിൻ്റെ ഫുൾ ഫോം എന്താണ്? മോഡത്തിന് അറിയപ്പെടുന്ന പേര് മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ എന്നാണ്. സിഗ്നലുകളെ മോഡുലേറ്റ് ചെയ്യുകയും അവയെ ഡീമോഡുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. അതുകൊണ്ട് തന്നെ ഇതിന് കമ്പൈൻ ചെയ്തിട്ടിരിക്കുന്ന പേരാണ് മോഡം. അടുത്ത് നമ്മൾ പോകുന്നത് ഒരു ടേബിളിലേക്കാണ്. ഈ ടേബിളിൽ ഇൻപുട്ട് ഡിവൈസുകളും ഔട്ട്പുട്ട് ഡിവൈസുകളും അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെല്ലാം
ഒരു ടേബിളിൻ്റെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ സ്ക്രീൻഷോട്ട് ഇട്ട് നിങ്ങളുടെ ഫോണിലൊക്കെ സ്ക്രീൻഷോട്ട് ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടാതെ തന്നെ നിൽക്കും. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് എന്നാൽ കീബോർഡ്, മൗസ്, സ്കാനർ, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ, ട്രാക്ക് ബോൾ, മൈക്രോഫോൺ, ടച്ച് പാഡ്, ബാർകോഡ്, റീഡർ. ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസാണ് വെബ് ക്യാമറ കേട്ടോ. അടുത്ത് വരുന്നു ഔട്ട്പുട്ട് ഡിവൈസ്. പറയുന്നു മോണിറ്റർ, പ്ലോട്ടർ, പ്രിൻ്റർ, സ്പീക്കർ, ഹെഡ്ഫോൺ, പ്രൊജക്ടർ. നമ്മുടെ മോണിറ്റർ കാണുന്ന അതേ കാര്യം തന്നെ വലിയ പിക്ചേഴ്സായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് പ്രൊജക്ടർ. അടുത്ത പറയുന്നു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസുമായ ഡിവൈസുകളാണ് മോഡം, ഫാക്സ്, ടച്ച് സ്ക്രീൻ, നെറ്റ്വർക്ക് ഡിവൈസസ്, ഹെഡ്സെറ്റ്, സൗണ്ട് കാർഡ്. ഇന്നത്തെ ഭാഗം ഇവിടെ വെച്ച് കഴിയുകയാണ്. ഇതിനൊപ്പം തന്നെ അടുത്തൊരു വീഡിയോയിലായി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളുടെ പ്രീവിയസ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് പറഞ്ഞു നോക്കുക. അപ്പോൾ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. താങ്ക് യു.